1947 ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞാൽ എനിക്ക് 10 വയസ്സ് തികഞ്ഞിട്ടില്ല. ഞാൻ ജനിച്ചത് 1937 ജനുവരി 30 തീയതിയാണ്. ആ കണക്കിന് വെച്ചാൽ എനിക്ക് 9 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട് ആ ദിവസം. കാരണം അന്ന് തിരുനക്കര മൈതാനത്ത് വെച്ച് രാവിലെ പതാക ഉയർത്തലുണ്ടായിരുന്നു. ഞങ്ങളന്ന് താമസിച്ചിരുന്നത് മൈതാനത്തിൻ്റെ കിഴക്ക് വശത്തുള്ള ഒരു വീട്ടിലായിരുന്നു. അത് സ്വന്തം വീടാണ്. ഇപ്പോഴത്തെ കളരിക്ക ബസാറിൻ്റെ തൊട്ട് തെക്ക് വശത്തുള്ള ഒരിടത്തിൽ ഞാൻ രാവിലെ പതാക ഉയർത്താനായിട്ട് എന്താണെന്നറിയാൻ വേണ്ടി തിരുനക്കര മൈതാനത്ത് ചെന്നു. ആളുകളാരുമില്ല, അവിടെ ആരുമില്ല. ഒരു കവുങ്ങ് മരം അവിടെ നാട്ടിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ത്രിവർണ്ണ പതാക കുടുങ്ങിക്കിടക്കുന്നു. ത്രിവർണ്ണ പതാക കുടുങ്ങിക്കിടക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു ചരട് താഴോട്ടിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ചരടെ പിടിച്ച് വലിച്ചു. പതാകയ്ക്കകത്തുനിന്ന് ഒരുപാട് പൂക്കൾ താഴെ പോയി. അതിൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പോലീസുകാരൻ ഇത് കണ്ടുകൊണ്ട് അവിടെ നിന്ന് ഓടി വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വല്ലാത്ത പണിയാണല്ലോ ഞാൻ ചെയ്തതെന്ന്. ഡൽഹിയിൽ പോലും പതാക ഉയർത്തിയിട്ടില്ലെന്ന്. ഞാൻ അവിടുന്ന് ഓടി എൻ്റെ വീട്ടിൽ കയറി കഴിഞ്ഞ് പിന്നെയാണ് അറിഞ്ഞത് പതാക ഉയർത്താൻ അന്നത്തെ നേതാക്കന്മാർ അവിടെ വന്നപ്പം പതാക ഉയർന്നു കഴിഞ്ഞു. പിന്നെ എന്നാ ചെയ്യും? ഇവർ പറഞ്ഞു ഇനിയും താക്കാനൊക്കെ ഇല്ലത്, അതുകൊണ്ട് അത് ഉയർത്തിയതായി പ്രഖ്യാപിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ഓഗസ്റ്റ് 15 തീയതി ഇന്ത്യയിൽ ആദ്യം പതാക ഉയർത്തത് ഞാനാണെന്നാണ് പിൽക്കാലത്ത് പറയുന്നത്. ആ വിവരം ചില പത്രങ്ങളിലൊക്കെ പിൽക്കാലത്ത് വന്നിരുന്നു. ഇങ്ങനൊരു വന്നെന്ന്. റെഡ് ഫോർട്ടിൽ അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് അന്ന് പതാക ഉയർത്തുന്നത്. അത് രാവിലെ 9 മണിക്കോ 10 മണിക്കോ ആണ്. ഇത് 7 മണിക്ക് ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം അവിടെ ഒരു വലിയ യോഗം ഉണ്ടായിരുന്നു. അപ്പം ഞാനിത് ചെയ്തത് വേറെ ആരും അറിഞ്ഞിട്ടില്ല. ആ പോലീസുകാരൻ എന്നെ കണ്ടാൽ മനസ്സിലാവുകയില്ലായിരുന്നു. വൈകുന്നേരം ഒരു വലിയ യോഗം ഉണ്ടായിരുന്നു. ആ യോഗം അവിടെ അന്നത്തെ നേതാക്കന്മാർ വന്ന് പ്രസംഗിച്ചു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ ഭാരതമാതാ കീ ജയ് എന്ന് പറയുന്നതിനകത്ത് ഏതാണ്ട് അതൃപ്തിയുള്ള പോലെ അന്ന് നേതാക്കന്മാർ വന്നവർ ആദ്യം വിളിച്ചത് ബോലോ ഭാരത മാതാ കീ ജയ്, ജനങ്ങൾ മുഴുവൻ വാർത്ത വിളിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ 3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞിട്ടാണ് യോഗം തുടങ്ങുന്നത്. അന്ന് ജനഗണമനയല്ല ആദ്യം പാടിയത്. അന്ന് എനിക്കിത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ആദ്യം പാടിയത് വന്ദേ മാതരമാണ് പാടിയത്. പക്ഷേ അത് കഴിഞ്ഞ് പിൽക്കാലത്താണ് അറിഞ്ഞത് ഈ ഓഗസ്റ്റ് 15 ഇവിടെ ഇങ്ങനെ സംഭവിച്ചെങ്കിലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഇന്ത്യയിലെ 1/3 പ്രദേശം മാത്രമേ സ്വാതന്ത്ര്യമായുള്ളൂ. തിരുവിതാംകൂർ അന്ന് മഹാരാജാവിൻ്റെ കയ്യിലായിരുന്നു. 47 ഓഗസ്റ്റ് 15 ഞാൻ തിരുവിതാംകൂറിലെ പ്രതിയായിരുന്നു. അന്ന് ശ്രീചിത്ര തിരുനാൾ മഹാരാജാവാണ് നാടുവാഴുത്തത്, കയ്യിലായിരുന്നു. അങ്ങനെ 500 ശിഷ്ടം രാജ്യങ്ങൾ, ചെറുതും വലുതുമായ രാജ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അവയെല്ലാം മഹാരാജാക്കന്മാരെ അല്ലെ നവാബുമാരുടെയൊക്കെ കയ്യിലായിരുന്നു ഭരണമില്ല. 1/3 പ്രദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. അവർക്കാണ് സ്വാതന്ത്ര്യം കിട്ടി. ഇത് കഴിഞ്ഞ് ആരംഭിക്കുകയാണ്. ആ ആരംഭം വാസ്തവത്തിൽ ഒരു തുടക്കമായിരുന്നു 1947 ഓഗസ്റ്റ് 15. അതിനുശേഷം സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ എല്ലാ രാജ്യങ്ങളും ഒരു ഭരണഘടനയുടെ കീഴിൽ വരാനുള്ള സ്ഥാപനം എല്ലാം വന്ന് തീർത്തു കഴിഞ്ഞപ്പോൾ 1950 ജനുവരി 26 റിപ്പബ്ലിക് ഡേ ഉണ്ടായി. ശരിക്കു പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിൻ്റെ ആ വിപ്ലവത്തിൻ്റെ ആരംഭം പരിസമാപ്തിയിലെത്തുന്നത് 1950 ജനുവരി 26 തീയതിയാണ്. അതോടുകൂടി ഇന്ത്യ ഒന്നായിത്തീർന്നു. ഇന്ന് കാണുന്ന ഇന്ത്യ അന്ന് ഒന്നായി മാറി. അതിന് എല്ലാ രാജ്യങ്ങളും അവരുടെ രാജാക്കന്മാരും അവരുടെ അവകാശങ്ങളെല്ലാം ഈ ഭരണഘടനയ്ക്ക് കീഴിലാണെന്ന് സങ്കല്പിച്ചെന്ന്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു വലിയ ഒരു സമാരംഭമായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇന്ത്യ ഇതുപോലെ ഒന്നായി തീർന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനം നമ്മളെല്ലാ ആണ്ടിലും ആഘോഷിക്കുന്നത് വളരെ 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 പ്രയോജനമാണ്. ഇപ്പോഴത്തെ നവ യുവജനങ്ങൾക്കെല്ലാം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനായിട്ട് അത് സാധിക്കും. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മൗലിക അവകാശങ്ങളും എല്ലാം അതിൻ്റെ ശേഷമാണ് ഇതുണ്ടായത്. അതുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യ ദിനത്തിലെ ഓർമ്മയ്ക്ക് വേണ്ടി എല്ലാ ആശംസകളും ഞാൻ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.